ബേസിക്കലി ഒരുപാട് ഇമോഷണലി എന്നെ സഞ്ചരിപ്പിച്ചത്. ഞാനൊരു 30 years ബാക്കായ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി പടം കണ്ടു കഴിഞ്ഞിട്ട്. അതിനൊരു എങ്ങനെ പറഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല. ഐ എം സ്റ്റിൽ ഇൻ ദ മൂവി. പിന്നെ ആകെ ഒരു ചെറിയ ഡിഫറൻസ് 30 കൊല്ലത്തിനുള്ളിൽ ഈ തവണ ഇച്ചിരി നകുലിൻ്റെ കൂടായിരുന്നു. എനിക്ക് സണ്ണി അതുപോലെ കാണപ്പാടം അറിയാമെന്ന് തോന്നുന്നു. അപ്പം സണ്ണിയുടെ നകുലിൻ്റെ ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഇച്ചിരി കൂടെ ഇത് ചെയ്തത്. ഇതിപ്പം ഇവർ ചെയ്തത് സൗണ്ട് ബെറ്ററായി, ഡീറ്റെയിലിംഗ് ബെറ്ററായി. ഇപ്പം ആസ് എ സൈക്കാട്രിസ്റ്റ് യു ആർ സീയിങ് ദി എക്സ്പ്രഷൻസ് ഓഫ് ദിസ് ക്യാരക്ടർ, യു സീ ദറ്റ് ബെറ്റർ ക്ലിയർലി. അപ്പം യു ക്യാൻ സേ യെസ് ഇതിപ്പം എനിക്ക് ഒന്നുകൂടെ തപ്പിച്ചു പറയാൻ പറ്റും. അന്ന് നമ്മൾ അത്ര ശ്രദ്ധിച്ച് ഇപ്പോൾ ആ ഡീറ്റെയിലിംഗ് ഉണ്ട്. കളറിങ് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ കളറിങ് ചെയ്ത ആളെ കൊടുത്തു. ഹി ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. പിന്നെ ആ മ്യൂസിക്കും കൂടെ വരുമ്പം എങ്ങനെ ഞാൻ പറയും, വാക്കുകളില്ല. യു ആർ ഇൻ ദ മൂവി. ആ സൗണ്ടും എല്ലാം കൂടെ ചേരുമ്പം ഐ വാസ് വെരി ത്രിൽഡ്. ഇതിനിയും എത്ര തവണ കണ്ടാലും മതി വരത്തില്ലാത്തൊരവസ്ഥയാണ് എനിക്ക്. സണ്ണിയുടെ ഏത് സീനായിട്ട് കൂടുതൽ സാറിന് ഇൻസ്പിറേഷനായി തോന്നിയിട്ടുണ്ട്? എനിക്ക് ബേസിക്കലി വെൻ ഹി ടോക്സ് ആ തുടക്കത്തിൽ എനിക്കിഷ്ടമാണ് ഇത് ഒബ്സർവിങ്. പിന്നെ അത് കൂടാതെ എനിക്കിഷ്ടമുള്ളത് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യും വാട്ട് ഡിസീസസ്. അവിടെ പുള്ളി ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഈസ് ഗെറ്റിംഗ് വെരി സീരിയസ്, ഈസ് ടോക്കിംഗ് വെരി സീരിയസ്. അതുകൂടാതെ തന്നെ ഇൻസ്പയർ ചെയ്യുന്നത് ഹീ ഈസ് റെഡി ടു സാക്രിഫൈസ്. പുള്ളി പഠിച്ചതെല്ലാം പുള്ളി ഉപേക്ഷിക്കാൻ തയ്യാറാണ് ഫോർ ഹിസ് ഫ്രണ്ട് ആൻഡ് ഫോർ ഗംഗ. അതൊരു സാക്രിഫൈസാണ്. അത്രയും ഒരു മനുഷ്യൻ വേറെ ആൾക്ക് ചെയ്യാൻ തയ്യാറാണ്. ആൻഡ് ഹീസ് ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് ശ്രീദേവി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിൽ അവിടെ അവിടെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അപ്പം ആ ഷോ കഴിഞ്ഞിട്ട് പിന്നെ ശ്രീദേവി എന്ന് പറഞ്ഞ ക്യാരക്ടർ പ്ലേ ചെയ്ത് കാണുമ്പോൾ ഭയങ്കര വേറെ ഒരു വൈബായിരുന്നു കണ്ടിരുന്ന സമയത്ത്. ഭയങ്കര നല്ലതായിരുന്നു എന്തായാലും. പറയാനെനിക്കാരും ഇതൊരു വല്ലാത്തൊരു സ്പെഷ്യൽ അനുഭവമാണ്. ആ അനുഭവം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വാക്കുകളില്ല. വളരെ നന്നായിട്ട് ഇത് എനിക്ക് തോന്നുന്നത് ഗംഭീരമായിട്ട് അന്നത്തെക്കാൾ ഓടുന്നതാണ്. ലെജൻസിലൊക്കെയാണ് ഇപ്പോൾ ചേട്ടനൊക്കെ ഇപ്പോൾ ഒരുപാട് സ്ക്രീനിൽ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ഓരോ ഫ്രെയിമിലുണ്ട് ആ അന്നത്തെ വ്യത്യാസം ഫീൽ ചെയ്യാൻ പറ്റും. വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലേ 21 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും മണിച്ചിരത്താഴ് തിയേറ്ററിൽ കാണുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഇതിനകത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ്, ഈ സിനിമയിൽ അഭിനയിച്ച നമ്മളെ വിട്ടുപിരിഞ്ഞ ആ ലെജൻസിനൊക്കെ തന്നെ അവരൊക്കെ ഇതിന് പേരെടുത്ത് പറയുന്നുണ്ട്. ആ പേരെടുത്ത് അവരെ ഫോട്ടോയൊക്കെ കാണുമ്പോഴും പിന്നെ അത് കഴിഞ്ഞ ശേഷം സിനിമ കാണുമ്പോഴും അവർ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് സംഭാവന നൽകി എന്താണെന്നുള്ളത് അവരുടെ അഭിനയത്തിലൂടെ വീണ്ടും നമുക്ക് ഒന്നുകൂടി കാണാൻ പറ്റുന്നു. പിന്നെ ദൃശ്യ മികവ് കൊണ്ടും അതുപോലെ തന്നെ ശബ്ദ മികവ് കൊണ്ടും ഒന്നുകൂടി മറ്റ് സിനിമകളോടൊപ്പം, അതായത് നൂതന സിനിമകളോടൊപ്പം പിടിച്ചു നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ മണിച്ചിരത്താഴ് ഒരുക്കിയിരിക്കുന്നത്. സോ എന്താ പറയുക, തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ഒരു, എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം ഒന്നുകൂടി നമുക്ക് മികവ് കൂട്ടിക്കൊണ്ട് തന്നെ തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും മണിച്ചിരത്താഴ് ബാക്കിയുള്ളവർക്ക് സമ്മാനിക്കുന്നത്. സോ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇവരെയൊക്കെ വേണ്ടി സ്ക്രീനിൽ കാണാനും ഒപ്പം ഈ ഒരു ശബ്ദമികവും ദൃശ്യഭംഗിയൊക്കെ കൊണ്ട് വീണ്ടും ആസ്വദിക്കാൻ പറ്റിയപ്പോഴേക്കും താങ്ക് യു. ചിത്രത്താഴ് വഴി കണ്ടിട്ടുണ്ട്. All the technicians have worked very well, very hard. They have put in all their efforts. നമുക്ക് മനസ്സിലാവുന്നു ഈ നെഗറ്റീവിൽ ഷൂട്ട് ചെയ്തതിന് പോസിറ്റീവ് ആക്കിയിട്ടാണല്ലോ ഞങ്ങൾ കാണുന്നത്. റീലായിട്ടല്ലേ കാണുന്നത് 35mm എന്നൊക്കെ കാണുമ്പോൾ. അപ്പോൾ അന്നത്തെ കാലത്ത് ഷൂട്ട്, ഇന്നത്തെ കാലത്ത് ഷൂട്ട്, പിന്നെ അന്നത്തെ കാലത്ത് ടെക്നോളജി, ഇന്നത്തെ കാലത്ത് ടെക്നോളജി, ഇത് എല്ലാം ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന ഒരു ഇതാണ്, ഒരു സാഹചര്യമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നല്ല രസകരമായിരുന്നു, നന്നായിരുന്നു. നന്നായിരുന്നു, അസലായിരുന്നു. റിയലി ഇറ്റ് വാസ് ഗുഡ്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഞങ്ങൾ ഇത് സിനിമ കാണുമ്പം ഈ സറൗണ്ട് ഇഫക്റ്റ് നമുക്ക് മിസ്സാവുകയായിരുന്നു. ടി വിയിൽ എന്തൊക്കെയോ എങ്ങനെയെങ്കിലും ഒന്ന് നമ്മുടെ സറൗണ്ട് സിസ്റ്റം, വീട്ടിലുള്ള ഹോം തിയേറ്റർ സൗണ്ട് സിസ്റ്റമിലാണ് ഞങ്ങളത് ആസ്വദിച്ചത്. പക്ഷേ സിനിമയിൽ ഇത്രയും വലിയ തിയേറ്ററിൽ വെച്ച് കാണുമ്പോൾ ആ ഡോൾബി സിസ്റ്റമിൽ ഈ ഹൊറർ എന്ന് പറയാൻ പറ്റില്ല, സൈക്കിക് വൈബ്രേഷൻസിന് സൗണ്ടോടുകൂടി കേൾക്കുമ്പം നല്ല രസമായിരുന്നു. ആ ഡോൾബി ഇഫക്റ്റ് ഭയങ്കര നന്നായിരിക്കുന്നു. 4K ശ്രീദേവി നല്ല ടൈറ്റിലാണല്ലോ.
നന്നായിരുന്നു. അന്നത്തെ കഥാപാത്രം ഞാൻ ആസ്വദിച്ചിരുന്നു, ഇന്നും ആസ്വദിക്കുന്നു. വളരെ നന്നായിരുന്നു, എനിക്കിഷ്ടമായി. ഇപ്പോഴും മലയാളീസ് കുറേ മലയാളീസ് എന്നെ ശ്രീദേവി എന്ന് വിളിക്കാറുണ്ട്. അത് കേൾക്കുമ്പോഴാണ് എന്തൊരു ഹിസ്റ്ററിയാണ് ഈ പടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഒരുപാട് അപ്രിസിയേഷൻ ടു ദ ഗ്രേറ്റ് വിഷനറി ഓഫ് ഫിലിം ഇൻഡസ്ട്രി, ദാറ്റ്സ് മിസ്റ്റർ ഫാസിൽ. ശോഭനയുടെ ക്യാരക്ടറുടെ കൂടെ നിൽക്കുന്ന കഥാപാത്രം അവസാനം വരെ കൊച്ചു ശ്രീദേവിയല്ല. അതെ അതെ അതെ, നല്ല കഥാപാത്രമാണ്. എനിക്ക് ഈ പാത്രം കിട്ടിയതിൽ എനിക്ക് എൻ്റെ ഭാഗ്യമാണ്. എനിക്ക് നന്ദിയുണ്ട്. എന്നെ വിളിക്കാൻ തീരുമാനിച്ച എല്ലാവരോടും എനിക്ക് നന്ദി അറിയിക്കാനുണ്ട്. 31 വർഷങ്ങളായിട്ടും ഇതൊരു ഹിസ്റ്ററി ആയി നിൽക്കുന്നുണ്ട്. ഇനിയും കാണുന്നവർക്ക് ഇതൊരു ഹിസ്റ്ററി ആവുന്നു. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്, വലിയ സന്തോഷമാണ്. ഈ ഓരോ പ്രേക്ഷകരും ഓരോ തവണ കാണുമ്പോൾ ഒരു പുതിയ ചിത്രം കാണുന്നൊരു എഫക്റ്റോടെയാണ് ഇന്നും ഇപ്പോഴും കണ്ടത്. തിയേറ്ററിലാണെങ്കിൽ ആ എക്സ്പീരിയൻസോടെയാണ് സത്യത്തിൽ നിങ്ങൾ എൻ്റെ ആൻസർ നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ഒരു ഓഡിയൻസായിട്ട് കാണുമ്പം ഒരു പുതിയ ഫീലിലാണ് ഞാൻ കണ്ടത്. പിന്നെ അതേ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ കണ്ടപ്പോൾ, ഈ പടം കണ്ടപ്പോൾ എനിക്കുണ്ടായ ഗൂസ് ബംസ്, എനിക്കുണ്ടായ ഒരു സന്തോഷം, എനിക്കുണ്ടായ ഒരു അത്ഭുതമാണല്ലോ എന്നുള്ള ഒരു ഭാവം ഇന്നും അതേപോലെ ഉണ്ടായിരുന്നു. അതൊരു പുതുമ, ആ സിനിമയുടെ ഒരു പുതുമയാണത്. ഓരോ പ്രാവശ്യം ആര് കണ്ടാലും, ഏത് ഏജ് ഗ്രൂപ്പിൻ്റെ ആര് കണ്ടാലും ഇതാണ് പറയാറ്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഒട്ടേറെ ലെജൻസ് ഉള്ള, ഭയങ്കരമായിട്ട് ലെജൻസിൻ്റെ ഒരു ഭയങ്കര കൂട്ടായ്മയുള്ള ഒരു പടമാണത്. അതെ, അപ്പോൾ അവരെ കുറേ ആളുകൾ ഇപ്പം ഇല്ല. അത് എന്ത് തോന്നുന്നു? അവരെ മിസ് ചെയ്യുന്നു, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അവരൊക്കെ. എന്ത് പറയാന്ന്. പക്ഷേ അവരോടൊപ്പമൊക്കെ അഭിനയിക്കാൻ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്.